എല്ലാവർക്കും മോഷൻ ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രിവ്യൂവിൽ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ബീറ്റ് ഷെയ്ക്ക് എഫക്റ്റ്. എൻഡിങ്ങിലെ കീയിൽ ജസ്റ്റ് ഇവിടം വരെ ഇങ്ങനൊരു ഇത് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റിലെ കീ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു സ്ലൈഡ് ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇമേജ് അതുപോലെ മൂവ്മെൻറ്റ് ട്രാൻസ്ഫോമിൽ പോയ ശേഷം അതുപോലെ ഒരു സ്ലൈഡ് ട്രാൻസിഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അടുത്തൊരു ഇമേജ് ഇവിടം തൊട്ടായിരിക്കണം നമുക്ക് തുടങ്ങേണ്ടത്. ഈ ഒരു ഇമേജ് ഇങ്ങനെ വരണം. ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ബ്ലാക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബ്ലാക്ക് കളയാൻ വേണ്ടി ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇഫക്ട്സ് ഓപ്ഷനിൽ പോയ ശേഷം ആഡ് എഫക്ട്സിൽ ടൈൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റോർഷൻ ഓർ വാർപ്പ് എന്ന ഈ ഒരു സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഓക്കെ, ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്രീക്വൻസി ഒരു 4 ഒക്കെ ആക്കി കൊടുക്കുക. ഓക്കെ, ഫ്രീക്വൻസി നമ്മൾ 4.61 ആക്കിയിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഏകദേശം ഒരു 40 ഒക്കെ ആയി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഷെയ്ക്കിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തൊരു എഫക്റ്റ് ആഡ് ചെയ്യും. ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന എഫക്റ്റാണ്. അതിനായി ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ മോഷൻ ബ്ലർ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ടൂൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് 1.5060 ഒക്കെ ആയി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് എഫക്ട്സിൽ ചെന്ന ശേഷം ജസ്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോവുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയ ശേഷം ജസ്റ്റ് സ്വിങ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട് കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്വിങ് എന്ന സ്ഥലത്ത് ചെന്നിട്ട് ഫ്രീക്വൻസി ഫുള്ള് 0 ആയി കൊടുക്കുക. ഫ്രീക്വൻസി 0 ഹെഡ്സ് ആയി കൊടുക്കുക. ശേഷം ആംഗിൾ 1ൽ വന്ന ശേഷം ഈ ഫസ്റ്റിലെ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻഡിങ്ങിൽ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. എൻഡിങ്ങിലെ കീ 0 ആക്കി കൊടുക്കുക. ഓക്കെ, എൻഡിങ്ങിലെ കീ 0 ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റിലത്തെ കീ ജസ്റ്റ് ഒരു -6 ഡിഗ്രി ആയി കൊടുക്കുക. ഓക്കെ, -6 ഡിഗ്രി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കർവ് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു കർവ് ഓപ്ഷനിൽ ചെന്ന ശേഷം ഈ ഏകദേശം ഈ ഒരു ലെവലിൽ കർവ് ആഡ് ചെയ്യുക. ഇനി അടുത്തത് ആംഗിൾ 2ൽ ചെന്ന ശേഷം ഫസ്റ്റിലെ ഒരു കീ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡിൽ ഒരു കീ, ലാസ്റ്റ് ഒരു കീ ആഡ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ലാസ്റ്റിലത്തെ കീ 0 ഡിഗ്രി തന്നെ ആക്കി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റിലത്തെ കീ +6 ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അവിടെയും ഗ്രാഫ് ആഡ് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ ഗ്രാഫാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് എഫക്ട്സിൽ പോയ ശേഷം ഈ കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയ ശേഷം എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം വീണ്ടും എക്സ്പോഷർ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റിലെ ഒരു കീ ആഡ് ചെയ്ത ശേഷം എൻഡിങ്ങിൽ ഒരു കീ ആഡ് ചെയ്യുക. ഇനി ഫസ്റ്റിലത്തെ കീയിൽ ചെന്ന ശേഷം എക്സ്പോഷർ നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഈ കർവ് ഓപ്ഷനിൽ പോയ ശേഷം നേരത്തെ ആഡ് ചെയ്ത അതേ ശേഷം ഈ ഒരു കർവ് ഓപ്ഷനിൽ ചെന്ന ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു കർവ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബീറ്റ് ഷേക്ക് ആഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇമേജസിലേക്കും ഇതേ സെയിം പ്രോസസ്സിൽ നിങ്ങൾ